നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷന്റെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ, അതായത് പ്രധാനമായിട്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ BEd സെന്ററുകളിലെ മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷനാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഗവൺമെന്റ് കോളേജ് ആയാലും എയ്ഡഡ് ആയാലും സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആണെങ്കിലും അവിടെയുള്ള മെറിറ്റ് സീറ്റ് ഉൾപ്പെടെ എല്ലാത്തിലേക്കും ഇനി എത്രയാണ് വേക്കന്റ് സീറ്റുകൾ ഉള്ളത്, ഇതിലൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് സീറ്റ് കോളേജുകളിലേക്കുള്ള ഒഴിവുള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ KUCTയുടെ മാനേജ്മെന്റ് സീറ്റുകളിലേക്കും അതുപോലെ നമ്മുടെ സ്പോർട്സ് കോട്ടയിലും ഡിഫൻസ് കോട്ടയിലും ഒക്കെയുള്ള അഡ്മിഷനുകൾക്കായിട്ട് നമുക്ക് പാളയത്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ വെച്ച് 23, 24, 25 തീയതികളിലേക്കായിട്ട് സ്പോട്ട് അഡ്മിഷൻ നടക്കുകയാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഡയറക്റ്റ് ആ സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ സാധാരണ ഇത് കാര്യവട്ടത്തെ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നു വന്നിരുന്നത്. ഇത്തവണ അത് സെനറ്റ് ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാളയത്ത് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിനകത്തുള്ള വലിയ സെനറ്റ് ഹാളിനകത്താണ് നമുക്ക് ഇത്തവണ സ്പോട്ട് അഡ്മിഷൻ നടക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ 10 മണി വരെയാണ്, 8:30 മുതൽ 10 മണി വരെയാണ് രജിസ്ട്രേഷൻ ടൈം. ആ ടൈമിനുള്ളിൽ ചെന്ന് രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കൂ. നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ വേറെ നേരത്തെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് സ്പോട്ടിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മൾ ആ സമയത്തിനുള്ളിൽ അവിടെ എത്തി രജിസ്ട്രേഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് കഴിയൂ എന്നുള്ളതാണ് ഈ അഡ്മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാകൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാരണവശാൽ അഡ്മിഷന് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിൽ ഓതറൈസേഷൻ ലെറ്റർ ഉൾപ്പെടെ പാരന്റിന് പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അച്ഛനോ അമ്മയോ ഒരാൾക്ക് കുട്ടിയുടെ തന്നെ ഓതറൈസേഷൻ ലെറ്റർ വേണം. ഞാൻ ഇന്ന ആളിനെ ചുമതലപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ എഴുതിയ ഒപ്പിട്ട 2 സ്ഥലത്തും ഒപ്പിട്ട ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഈ ടൈം പ്രത്യേകിച്ച് ഓർക്കുക, രാവിലെ 8:30 മുതൽ 10 മണി വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ നടക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് അലോട്ട്മെന്റ് വരുന്നത്. പേഴ്സണലായിട്ടുള്ള ഇന്റർവ്യൂ തന്നെ ആയിരിക്കും. നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്ലെയിം ചെയ്തിരുന്ന റിസർവേഷൻസ്, അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ്. ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം അതിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. നമ്മൾ എന്തൊക്കെ റിസർവേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ ആ റിസർവേഷൻ കാറ്റഗറിയിൽ ആ കുട്ടികൾ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത് പ്രോസ്പെക്ടസിൽ പറയുന്ന റൂൾ അനുസരിച്ചുള്ള സീറ്റുകൾ ചേഞ്ച് ചെയ്ത് തന്നെ നൽകുന്നതായിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട തീയതികൾ എന്ന് പറയുന്നത് 23rd ആണ്. 23rd നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് SS, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ജോഗ്രഫി ഈ സബ്ജക്റ്റുകൾക്കാണ് അന്ന് അഡ്മിഷൻ നടക്കുന്നത്. 24th ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സാൻസ്ക്രിറ്റ്, അറബിക്, കൊമേഴ്സ്. അതുപോലെ 25 മാത്സ്, ഹിന്ദി, ഡിഫൻസിന്റെയും സ്പോർട്സിന്റെയും അഡ്മിഷൻ നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ KUCTകളിലേക്കുള്ള മാനേജ്മെന്റ് സീറ്റിലേക്ക് 2000 രൂപ സ്പെഷ്യൽ ഫീസൊക്കെ അടച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ അവരവരുടെ സബ്ജക്റ്റിനുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് ആ കൃത്യസമയത്ത് അവിടെ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മാനേജ്മെന്റ് സീറ്റ് ആണെങ്കിൽ കൂടിയും അത് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ ഡിഫൻസ് കോട്ടയുടെയും അതുപോലെ നമ്മുടെ സ്പോർട്സ് കോട്ടയുടെയൊക്കെ അഡ്മിഷൻ നടക്കുന്നത് അതാണ്. ഇനി നമുക്ക് എത്രത്തോളം സീറ്റുകളാണ് കോളേജുകളിൽ ഒഴിവുള്ളത് എന്നുള്ളതും അതുപോലെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഒക്കെ തന്നെ 22 അതായത് നാളെ നമുക്ക് അറിയാൻ കഴിയും. സൈറ്റിൽ അപ്ഡേറ്റ് ആവും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മുടെ മാർക്ക്, ഇൻഡെക്സ് മാർക്ക് അതിനോട് അടുത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓൾറെഡി ഒരു കോളേജിൽ ജോയിൻ ചെയ്തവർക്കും നമുക്ക് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും കോളേജിൽ നിന്ന് TC വാങ്ങിക്കളയരുത്. 4 ദിവസം ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് ആ സീറ്റ് ഉറപ്പായാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷൻ ഒക്കെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ അതാത് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളിലേക്കാണ് നമുക്ക് നടക്കുന്നത്. എങ്കിൽ തന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ ഏതെങ്കിലും റിസർവേഷനുള്ള നിങ്ങളുടെ EWS ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ തന്നെ കയ്യിൽ കരുതിയിരിക്കണം. എങ്കിൽ തന്നെ അഡ്മിഷൻ നടക്കുന്നത് കോളേജുകളിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ പഴയ സ്ഥലത്ത് പോയി TC വാങ്ങിയിട്ട് പുതിയത് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവേണ്ടതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പോട്ടിന് പോകുന്നു എന്ന് കരുതിയിട്ട് TC വാങ്ങേണ്ടുന്ന ആവശ്യമില്ല.
അതാത് സബ്ജക്റ്റുകാരുടെ ഡേറ്റ് ഒന്നുകൂടി ഓർമ്മിക്കുക. അതോടൊപ്പം തന്നെ 8:30 to 10 എന്നുള്ള രജിസ്ട്രേഷൻ ടൈം ഓർക്കുക. സ്ഥലം നമ്മുടെ പാളയത്തെ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും നമുക്ക് സ്പോട്ടിൽ അല്ലെങ്കിൽ ഡേറ്റ് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സുകൾ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.